ഹീറോയും ഫാമിലിയും കൂടെ കാറിൽ പോവുകയായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് സോംബികൾ എത്തുന്നത്. സോംബികളാണെന്ന് ഇവർക്കറിയില്ല. പെട്ടെന്ന് അവിടേക്ക് നോക്കുമ്പോൾ മറ്റുള്ള കാറിലെല്ലാം സോംബികൾ കയറുന്നു. ചില്ലുകൾ പോലും പൊളിച്ച് സോംബികൾ അകത്തേക്ക് കയറി ഓരോരുത്തരെയും കടിച്ചു കീറുകയാണ്. ഇത് കണ്ട് ഞെട്ടിയ ഹീറോയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനായി നോക്കുന്നു. ഒരുപാട് പാടുപെട്ട് അവിടുന്ന് മാറുവാൻ നോക്കിയിട്ടും കാറുകളെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടുന്ന് കടന്നു പോവാനായി കഴിയുന്നില്ല. അവരുടെ അടുത്തേക്കും ഇപ്പോൾ സോംബികൾ എത്തിയിരിക്കുകയാണ്. ഓരോരുത്തരെ കടിക്കുകയും അവരെല്ലാവരും ഇപ്പോൾ സോംബികളായി മാറുകയും ചെയ്യുന്നു. കടി കൊള്ളുന്നവരെല്ലാം ഇപ്പോൾ സോംബികളാണ്. ഹീറോയും ഫാമിലിയും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയാണ്. എല്ലാ സോംബികളും ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വന്നു. ഹീറോ മുന്നിലേക്ക് മറ്റൊരു വണ്ടി വന്നു. അവരോട് അങ്ങോട്ടേക്ക് കയറുവാനായി പറഞ്ഞു. അവരെല്ലാവരും കൂടി ആ വണ്ടിയിലേക്ക് കയറി. എങ്ങനെയൊക്കെയോ സോംബിയുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഹീറോയുടെ മോൾക്ക് ആസ്മയുടെ അസുഖമുണ്ട്. അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. അതിനുവേണ്ട മരുന്നുകളൊന്നും അവിടെ ഇല്ല. അത് തിരക്കി അവർക്ക് പോകേണ്ടത് ആവശ്യമുണ്ട്. ആ സമയത്താണ് ഹീറോയുടെ കൂട്ടുകാരൻ വിളിക്കുന്നത്. ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഹീറോയോട് പറയാണ്, എനിക്ക് നിന്റെ സഹായം വേണം. നീ വന്നാലേ എല്ലാം ശരിയാവും. ഞാൻ ഹെലികോപ്റ്ററുമായി അങ്ങോട്ടേക്ക് എത്തുകയാണെന്ന് പറയുന്നു. എൻ്റെ മോളെ രക്ഷിക്കണം. ആ ഒരു ചിന്ത മാത്രമേ ഹീറോയ്ക്ക് ഇപ്പോൾ ഉള്ളൂ. ജെറിയും ഫാമിലിയും കൂടി ഇപ്പോൾ ഫാർമസിയിലേക്ക് എത്തിയിരിക്കുന്നു. അവരാണെങ്കിൽ മരുന്ന് അന്വേഷിച്ച് അകത്തോട്ട് കയറുമ്പോൾ ഭാര്യയും കുട്ടിയും വെളിയിൽ നിർത്തിയിട്ടാണ് കയറിയുന്നത്. ആ സമയത്താണ് അവിടെ ഒരാൾ വന്ന് ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുന്നത്. അത് കണ്ടപ്പോൾ ഹീറോ പറയുന്നു, നീ പേടിക്കേണ്ട, ഞാനാണെങ്കിൽ എൻ്റെ കുട്ടിക്കുള്ള മരുന്നിന് വേണ്ടി വന്നതാന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അയാളാണെങ്കിൽ മരുന്നെടുത്ത് കൊടുക്കുന്നുമുണ്ട്. ഹീറോ ഫാർമസിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ പരക്കം പായുകയാണ്. ആ സമയത്ത് ഫുഡ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലായിടത്തും നിന്ന് ഫുഡുകൾ അന്വേഷിച്ചാണ് ഈ ആൾക്കാരെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. അവിടുത്തെ മാളുകളിലെല്ലാം ചെന്ന് അവിടുത്തെ സാധനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ആളുകളെല്ലാം പോകുന്നതും ഹീറോ കാണുന്നു. അതിൻ്റെ ഇടയിൽ ഹീറോയുടെ ഭാര്യയെ റേപ്പ് ചെയ്യാൻ രണ്ടുപേര് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടുവന്ന ഹീറോയാണെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഇവർ വെളിയിലേക്ക് വന്നപ്പോൾ അവർ വന്ന വാൻ അവിടെ കാണുന്നില്ല. അത് ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ ആരോ ഉണ്ടെന്ന് ജെറിയുടെ ഭാര്യ കാണുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ വന്നപ്പോൾ തന്നെ വീട്ടുകാരാണെങ്കിൽ കതവ് തുറക്കുന്നില്ല. കുട്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കതവ് തുറന്ന് അവരെ അകത്തേക്ക് കയറ്റി. ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ, ഇവിടെ ജീവിക്കണമെങ്കിൽ ഫുഡ് വേണ്ടേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വീട്ടുകാർക്കും തോന്നി ഇവരെ ഇവിടെ കയറ്റിയത് അബദ്ധമായി പോയെന്ന്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവിടെയും സോംബികൾ വരികയാണ്. ആ സോംബികളെല്ലാം ആ വീട് തകർക്കുവാനായി ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ട് അവരെല്ലാം പേടിച്ചിരിക്കുകയാണ്. ജനൽ വഴി സോംബി അകത്തേക്ക് കയറുന്നു. ആ വീട്ടുകാരെ എല്ലാം സോംബി ഇപ്പൊ പിടിച്ചിരിക്കുകയാണ്. അവരെല്ലാം ഇപ്പൊ സോംബിയായി മാറുന്നു. ആ വീട്ടിലെ കുട്ടിയാണെങ്കിൽ കൊല്ലുവാനായി മറ്റൊരു സോംബി വരികയാണ്. ആ സോംബിയിൽ നിന്ന് ആ കുട്ടിയാണെങ്കിൽ രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് സോംബി വരുന്നു. ഉടൻ തന്നെ ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ ഇരുന്ന ഗൺ ഉപയോഗിച്ച് സോംബിയെ വെടിവെച്ച് കൊല്ലുന്നു. ഇത് കാണുമ്പോൾ ഹീറോ പറയുന്നു, നീ ധൈര്യമുള്ള കുട്ടിയാണ്, ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുന്നു. ആ സമയത്താണ് കൂട്ടുകാരൻ ഹെലികോപ്റ്ററുമായി അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ അവർ ഫ്ലാറ്റിന്റെ മണ്ടയ്ക്കാണ് ഉള്ളത്. അങ്ങോട്ടേക്ക് കൂട്ടുകാരൻ വരികയാണ്. അവരാണെങ്കിൽ ഹെലികോപ്റ്ററിലോട്ട് കയറുവാനായി ശ്രമിക്കുന്നു. ആ സമയത്ത് ആ സോംബികളെല്ലാം കൂടി ആ കതവ് പൊളിച്ച് അകത്തോട്ടേക്ക് കയറുവാനായി ശ്രമിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ മണ്ടയ്ക്കൊന്നൊരു കയറിട്ട് കൊടുക്കുന്നു. ഹീറോയുടെ ഫാമിലിയും ആ കുട്ടിയെയും കൂടി ആ കയറ് വഴി മണ്ടയ്ക്കോട്ട് കയറ്റി. എന്നാൽ ഹീറോയ്ക്ക് മാത്രം ഇപ്പോൾ കയറുവാനായി പറ്റുന്നില്ല. ആ സമയത്താണ് സോംബികളെല്ലാം കൂടി അടുത്തേക്ക് ഓടി വരുന്നത്. ഇത് കാണുമ്പോൾ ഹീറോയാണെങ്കിൽ ഓടി വന്ന് എങ്ങനെയൊക്കെയോ ഹെലികോപ്റ്ററിനകത്തേക്ക് കയറുകയാണ്. സോംബികളെല്ലാം ഹെലികോപ്റ്ററിൻ്റെ മണ്ടയ്ക്കോട്ട് ചാടി വീഴുകയാണ്. എന്നാലോ അവരെ എല്ലാം വെടിവെച്ച് എങ്ങനെയൊക്കെയോ അവരവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ അവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ കപ്പലിലാണ്. അവിടെയുള്ള വലിയ ഉദ്യോഗസ്ഥർ എല്ലാം ഹീറോയെ സ്വീകരിക്കുന്നു. ഹീറോയും അവിടെ നേരത്തെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇതിനുശേഷം ഹീറോയോട് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, നമുക്ക് ഈ സൂപ്പി വൈറസിനെ നശിപ്പിക്കണം. അത് എവിടുന്ന് ഈ ഉറവിടം വന്നെന്ന് കണ്ടെത്തുകയും വേണം. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ പറയുകയാണ്, എനിക്ക് പറ്റില്ല, എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് നിൽക്കുവാനായി കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പറയാണ്, നിന്നെപ്പോലെ തന്നെ ഞങ്ങൾക്ക് ഫാമിലി ഉള്ളതാണ്, അവരെയെല്ലാം രക്ഷിക്കണമെങ്കിൽ സോംബിയെ നശിപ്പിക്കാനുള്ള വൈറസ് കണ്ടെത്തണം എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ മറ്റു വഴിയില്ലാതെ ഇപ്പോൾ അവരുടെ കൂടെ പോകേണ്ടതായി വരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയോട് പറയുന്നു. ഭാര്യയാണെങ്കിൽ പോകണ്ട എന്ന് പറയുന്നുണ്ട്. ഹീറോയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവരുടെ കൂടെ മറ്റൊരു
കുട്ടി ഉണ്ടല്ലോ, അവർ താമസിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്ന ആ കുട്ടിയോട് പറയണം, നീ ഒരു ധൈര്യശാലിയാണ്, എനിക്കറിയാം, നീയാണ് എൻ്റെ ഫാമിലിയെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയാണെങ്കിൽ അവരുടെ കൂടെ പോവുകയാണ്. ഇസ്രയേലിൽ മാത്രമാണ് ഇപ്പോൾ സോംബി വൈറസ് വരാത്തത്. അവിടെ ഒരു വലിയ മതിൽ തന്നെ പണിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അവർക്ക് നേരത്തെ തന്നെ അറിയാം ഈ വൈറസ് വരുന്ന കാര്യം, അവർക്കൊരു പക്ഷെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ഇസ്രായേലിലേക്ക് പോവുകയാണ്. വലിയ മതിൽ കഴിഞ്ഞ് അവരങ്ങോട്ടേക്ക് കയറുകയാണ്. അവിടെയുള്ള ആൾക്കാരെല്ലാം സോംബികൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ചിരിക്കുകയാണ്. അവർ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരുവിടെ പാട്ടിൻ്റെയും ശബ്ദം കേട്ട് സോംബികളെല്ലാം കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ആ മതിലിൻ്റെ മണ്ടയ്ക്കൂടെ വലിഞ്ഞു കയറി സോംബികളെല്ലാം കൂടെ വന്ന് അവിടെയുള്ള ആൾക്കാരെ എല്ലാം ആക്രമിക്കാനായി തുടങ്ങുന്നു. ഇത് കണ്ട് ഹീറോയാണെങ്കിൽ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ഹീറോയെ എങ്ങനെയും സേഫ് ആക്കണമെന്ന് വിചാരിച്ച് ഹീറോയെ രക്ഷിക്കുവാനായി നോക്കുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ അവിടെ എല്ലാ സോംബികളും വന്ന് അവിടെ ആൾക്കാരെ എല്ലാം ആക്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ ഒരുപാട് സോംബികൾ വന്നിരിക്കുന്നു. ഹീറോ നോക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരാളും ഒരു വണ്ണം കുറഞ്ഞ ഒരാളെയും കാണുന്നു. അയാൾ ഒരുപാട് മെലിഞ്ഞിരിക്കുകയാണ്. എന്നാലോ അവർ രണ്ടുപേരെയും മാത്രം സോംബി ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ അടുത്തേക്ക് സോംബി വന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ആ പ്രായമുള്ള ആളെയും ആ വണ്ണം കുറഞ്ഞ ആ പയ്യനെയും ഒന്നും ചെയ്യാത്തത്? ഹീറോയുടെ കൂടെയുള്ള പട്ടാളക്കാരെല്ലാവരും ആ സോംബിയെല്ലാം വെടിവെക്കുന്നു. അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. ഒരു ലേഡി പട്ടാളക്കാരി ഉണ്ടായിരുന്നു. അവളെയാണെങ്കിൽ സോംബി വന്ന് കയ്യെ കടിക്കുകയാണ്. അത് കാണുമ്പോൾ ഹീറോയാണെങ്കിൽ പെട്ടെന്ന് ആ സോംബിയെ കൊല്ലുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ കൈ ആണെങ്കിൽ കട്ട് ചെയ്ത് കളയാണ്. കൈ കട്ട് ചെയ്തത് വൈറസ് മണ്ടയ്ക്കോട്ട് കയറാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെടുന്നുണ്ട്. അവളുടെ കൈ കെട്ടിക്കൊണ്ട് അവർ ഒരുവിധം അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അവളുടെ കയ്യിൽ മരുന്നൊക്കെ പുരട്ടി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ സോംബി വൈറസ് വരാതെ രക്ഷപ്പെടുന്നു. അവൾ വന്ന ഫ്ലൈറ്റിലേക്ക് കയറുവാനായി വന്നപ്പോൾ എല്ലാ സോംബികളും കൂടി ആ ഫ്ലൈറ്റിനെ ആക്രമിക്കുന്നു. അപ്പോൾ തന്നെ വലിയൊരു സ്ഫോടനം തന്നെ അവിടെ നടക്കുന്നു. അവർ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വേറൊരു ഹെലികോപ്റ്റർ കാണുകയാണ്. അവരാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറുവാനായി നോക്കുന്നു. എന്നാലും അവരെ കയറ്റുന്നില്ല. ഞാൻ ഒരു ഉയർന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അവരെ അകത്തേക്ക് കയറ്റി. ഹീറോയാണെങ്കിൽ അവരോട് പറയാണ് ഇവിടെ അടുത്തുള്ള ലാബിലേക്ക് ഇറക്കാനായി പറയുന്നു. അതുകൊണ്ട് തന്നെ അവരെ ആ ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരാണ് ഇപ്പോൾ ആ ലാബിലേക്ക് എത്തിയിരിക്കുന്നു. ആ ലാബിലുള്ളവരോട് പറയാണ്, ഈ സോംബി വൈറസിനെ നശിപ്പിക്കാനുള്ള ഒരു വഴി എനിക്ക് അറിയാം, ആ വഴി സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അവരെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോയ ആ സ്ഥലത്താണെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളെയും വണ്ണം കുറഞ്ഞ ഒരു പയ്യനെയും സോംബി ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാൽ എന്തെങ്കിലും രോഗമുള്ളവരെയോ വൈറസ് ശരീരത്തുള്ളവരെയോ ഒന്നും സോംബി ഒന്നും ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു വൈറസ് ഉണ്ടെങ്കിൽ ആ സോംബി നമ്മളെ ആക്രമിക്കത്തില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ആ വൈറസ് നമ്മുടെ ശരീരത്ത് കയറ്റണമെന്നാണോ എന്ന് അയാൾ ചോദിക്കുകയാണ്. നമ്മുടെ ശരീരത്ത് മറ്റെങ്കിലും വൈറസ് കയറ്റിയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഹീറോ പറയുകയാണ്. എന്നാലോ ആ ലാബിലുള്ള ആൾക്കാർ പറയാണ്, അതെങ്ങനെ ശരിയാവും, അപ്പം നമുക്ക് മറ്റെന്തെങ്കിലും അസുഖം വരില്ലേ? എന്നാലോ വൈറസ് നമ്മൾ കയറ്റുമ്പോൾ ആക്രമണകാരിയല്ലാത്ത വൈറസിനെ നമ്മൾ കയറ്റിയാൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടുവാനായി കഴിയും. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ലാബിൻ്റെ അകത്തുള്ള ആ മരുന്ന് എടുക്കാമെന്ന് പറയുകയാണ്. എന്നാലോ ആ ലാബിലുള്ള ആൾക്കാർ പറയാണ്, അങ്ങോട്ടേക്ക് പോകല്ലേ, അവിടെ ഞങ്ങൾ അടച്ചിട്ടേക്കുവാണ്, അവിടെ ഒരു സോംബി ഉണ്ട്. സോംബി വൈറസ് മാറ്റുവാനായി ഞങ്ങൾ സോംബിയുടെ ബ്ലഡ് പരിശോധിക്കുകയായിരുന്നു. എന്നാലോ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ ശരീരത്തേക്ക് ആ വൈറസ് വീണു. അതുകൊണ്ട് തന്നെ അയാൾ ഒരു സോംബിയായി മാറി. അവിടെയുള്ള ആൾക്കാരെ എല്ലാം ആ സോംബി കടിച്ചു. അവരെല്ലാം ഇപ്പോൾ സോംബിയാണ്. ഒരുവിധം ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് ആ കതവ് അടച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് കയറുവാനായി സാധ്യമല്ലെന്ന് പറയാണ്. ഹീറോ പറയുന്നു, എന്ത് പറ്റിയാലും വേണ്ടില്ല, എനിക്ക് എങ്ങനെയും ആ വൈറസ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയും ആ ലാബിലുള്ളവരും അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. എന്നാലും ആ സോംബികളെല്ലാം കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവരൊരുവിധം ആ കതവ് തുറക്കുന്നു. ആ സോംബികളെല്ലാം ആ കൂടെ വന്നവരെല്ലാം ആക്രമിക്കുകയാണ്. അവർക്ക് വേറെ വഴിയില്ലാതെ അവർ നിന്ന് ആ റൂമിലേക്ക് തിരിച്ചു പോകുന്നു. എന്ന് ഹീറോ മാത്രം പോകുന്നില്ല. ഹീറോയാണെങ്കിൽ എങ്ങനെയൊക്കെയോ സോംബിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ലാബിലേക്ക് എത്തിയേക്കുവാണ്. എന്നാൽ ഏത് മരുന്നാണ് എടുക്കേണ്ടതെന്നൊന്നും ഹീറോയ്ക്ക് അറിയില്ല. ഹീറോ പോയി മരുന്നെടുക്കുന്നതെല്ലാം അവർക്ക് ക്യാമറ വഴി അറിയാമായിരുന്നു. കുറേ വൈറസ് ഉള്ള മരുന്നുകളെല്ലാം ഹീറോ എടുത്തു വെച്ചു. ഏതിനി ഇൻജക്ഷൻ ചെയ്യണമെന്ന് ഹീറോയ്ക്ക് അറിയില്ല. അപ്പോഴാണ് മറ്റൊരു സോംബി ഹീറോയെ ആക്രമിക്കാൻ വരുന്നത്. ഹീറോയാണെങ്കിൽ ആ സോംബി അടിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ആ സോംബി വീണ്ടും വരുന്ന കണ്ടപ്പോൾ ഹീറോയ്ക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതോ ഒരു മരുന്നെടുത്ത് ഇൻജക്ഷൻ ചെയ്യുകയാണ്. കുറച്ചു നേരം ഹീറോ മയങ്ങുകയാണ്. അതിനുശേഷം ഹീറോ എഴുന്നേൽക്കുമ്പോൾ ഹീറോയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഹീറോയ്ക്ക് തോന്നി കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെയെല്ലാം സോംബികൾ വരുന്നു. എന്നാലോ ഹീറോയെ മാത്രം ഒന്നും ചെയ്യുന്നില്ല. ഹീറോയുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ് ഹീറോയെ ഒന്നും ചെയ്യാത്തത്. ഹീറോയാണെങ്കിൽ ആ മരുന്നുകളെല്ലാമായിട്ട് ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ ചെന്നിട്ട് ആ ലാബിലുള്ള ആൾക്കാരെല്ലാം ആ മരുന്ന് ഉപയോഗിച്ച് സോംബികളിൽ നിന്ന് രക്ഷപ്പെടുവാനായി
കയറ്റാനായി തുടങ്ങി. എല്ലാവരുടെയും ശരീരത്തേക്ക് കുറച്ച് വൈറസുകളെ കയറ്റുവാനായും തുടങ്ങി. അതുപോലെ തന്നെ ഹീറോയുടെ ഭാര്യയുടെയും മകളുടെയും ശരീരത്തും ആ വൈറസിനെ കയറ്റി അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ എല്ലാം രക്ഷിക്കുവാനായി കഴിഞ്ഞു. ഇതോടെ ഈ മൂവി അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമേ. പിന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട.